ഹേയ് സിനിഫാൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 25 അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ആസിഫ് അലിയുടെ ടിക്കി ടാക്കയെ പറ്റിയാണ്. സിനിമയുടെ ഈ കാണുന്ന പോസ്റ്ററാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കിടിലൻ പോസ്റ്റർ തന്നെയാണ്. നമ്മുടെ എല്ലാവരും എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ പ്ലോട്ടൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും കിടിലൻ സിനിമ തന്നെ ആവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3നെ പറ്റിയാണ്. നമ്മുടെ ദൃശ്യം 3 ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ മലയാളം സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും നമ്മുടെ മലയാളത്തിൽ നിന്ന് സ്ക്രിപ്റ്റ് ചെറുതായിട്ട് മാറ്റം വരുത്തിയായിരിക്കും ചെയ്യുന്നത്. ഇന്ന് ഡിസംബർ 25 നമ്മുടെ നിവിൻപോളിയുടെ സർവമായ അങ്ങനെ റിലീസ് ചെയ്യുകയാണ്. ഏതാണ്ട് 600 ദിവസത്തിന് ശേഷമാണ് ഒരു നിവിൻപോളി ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രതീക്ഷകളേറെയാണ്. നിങ്ങൾ ആരൊക്കെയാണ് സർവമായക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് ഒരു OTT വാർത്തകളുണ്ട്. അത് നമ്മുടെ ബാഹുബലി എപ്പിക് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമ 3 മണിക്കൂർ 43 മിനിറ്റ് ഉണ്ട്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് കൂടെ ഇന്നേ ദിവസം ഡിസംബർ 25 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടും യോജിച്ച ഒരു സിനിമയാണ്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പോയി കാണാം. വേറൊരു സങ്കടകരമായ വാർത്തയുണ്ട്. നമ്മുടെ ആട് 3യുടെ ലൊക്കേഷനിൽ നമ്മുടെ വിനായകന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെയിൻ ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കുഴപ്പമില്ലെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷൂട്ടിംഗ് അപ്പം നീളാൻ ചാൻസ് ഉണ്ട്. ആട് 3യും ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറിയാലാണ് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഷൂട്ടിംഗ് നീളും. ബാക്കി അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നഹാസ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ RDS. ഇനി വരാൻ പോണത് ഐ ആം ഗെയിം. അതിനുശേഷം നമ്മുടെ നഹാസ് സംവിധാനം ചെയ്യാൻ പോണത് നമ്മുടെ ലാലേട്ടൻ്റെ ഒപ്പമാണെന്ന് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ വാർത്തയ്ക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാട്ടാളൻ എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു മെരി ക്രിസ്മസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു തോക്ക് പൊതിഞ്ഞ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി പോലെയാണ്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാക്കി എടുത്ത എല്ലാവരും ജീവിപ്പിച്ച ഒരു സിനിമയാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ. അതേ ടീം, അതായത് നാദൃഷ വീണ്ടും സംവിധാനം ചെയ്യുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഒപ്പം ചെയ്യുന്ന സിനിമയാണ് മാജിക് മഷ്റൂം. സിനിമയുടെ ടീച്ചർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സിനിമ റിലീസ് ചെയ്യുന്നത് അടുത്ത വർഷം ജാനുവരി 23 അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ എറണാകുളത്താണ് നടക്കുന്നത്. നമ്മുടെ കുഞ്ചാക്കോപ്പനും ഫഹദ് ഫാസിലിനെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിച്ച സുബ്ദീപ് നായകനാവുന്ന സിനിമയാണ് മാർക്ക്. സിനിമയുടെ തമിഴ് തെലുങ്ക് വെർഷൻ അടുത്ത വർഷം ജാനുവരി 1 തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുള്ള OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.